അന്നത്തെ മന്ത്രി കടകംപള്ളി സുരേന്ദ്രന് അറിയാം ഏത് കോടീശ്വരനാണ് ശബരിമലയിലെ ദ്വാരപാലക ശില്പം വിറ്റിരിക്കുന്നത്. കടകംപള്ളി സുരേന്ദ്രനും CPM-ഉം ഏത് കോടീശ്വരന്റെ കയ്യിലാണ് ഈ ദ്വാരപാലക ശില്പം കോടിക്കണക്കിന് വിറ്റിരിക്കുന്നത് എന്ന് പറയാൻ തയ്യാറാകണം. ശബരിമല സ്വർണ്ണമോഷണ കേസിൽ കടകംപള്ളി സുരേന്ദ്രൻ നൽകിയ മാനനഷ്ട കേസിൽ മലക്കം മറിഞ്ഞു VD സതീശൻ. കടകംപള്ളിക്ക് എന്തെങ്കിലും പങ്കുണ്ട് എന്ന് താൻ പറഞ്ഞിട്ടില്ലെന്ന് VD സതീശൻ പറഞ്ഞു. തിരുവനന്തപുരം 3ാം സബ് കോടതിയിൽ കേസിൽ വാദം കേൾക്കുന്നതിനിടെയാണ് VD സതീശൻ നിലപാട് മാറ്റിയത്. വലിയ വായിൽ നടത്തിയ ആരോപണമൊക്കെ പിൻവലിച്ച VD സതീശൻ മാളത്തിലൊളിച്ച സ്ഥിതിക്ക് ഇത്രയും നാൾ പാരഡി പാടി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച കോൺഗ്രസുകാർ ഉളുപ്പൽപ്പമെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ മറുപടി പറയേണ്ട ചില ചോദ്യങ്ങൾ ഇതാണ്. നമ്പർ 1, കോൺഗ്രസ് നേതാവ് പ്രയാർ ഗോപാലകൃഷ്ണൻ പ്രസിഡന്റും അജയ് തറയിൽ അംഗവുമായ ദേവസ്വം ബോർഡ് ഭരണസമിതി ശബരിമലയിലെ കോൺക്രീറ്റ് കൊടിമരം ചിതലരിച്ചു എന്ന് പറഞ്ഞ് പൊളിച്ചത് ആർക്കു വേണ്ടിയായിരുന്നു? നമ്പർ 2, പൊളിച്ച കൊടിമരത്തിന്റെ മുകളിലെ വാജിവാഹനം ദേവസ്വം നിയമങ്ങളും സ്റ്റാൻഡിംഗ് ഓർഡറും കാറ്റിൽ പറത്തി തന്ത്രിക്ക് കൈമാറിയത് എന്തിനു വേണ്ടി? നമ്പർ 3, ഇപ്പോൾ UDF കൺവീനറായ അടൂർ പ്രകാശ് എന്തിനാണ് ഒന്നിലധികം തവണ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വസതിയിൽ പോയത്? നമ്പർ 4, തന്ത്രിയുടെ വീട്ടിൽ ED പരിശോധനയ്ക്കെത്താത്തതിൽ എന്തേ കോൺഗ്രസ് പാർട്ടിക്ക് മിണ്ടാട്ടമില്ലാത്തത്? നമ്പർ 5, കടകംപള്ളി ദ്വാരപാലക ശില്പം കോടീശ്വരന് വിറ്റു എന്ന കള്ളക്കഥ തെരഞ്ഞെടുപ്പിന് മുൻപ് ഒരു ഉളുപ്പുമില്ലാതെ പറഞ്ഞ പ്രതിപക്ഷ നേതാവ് എന്തിനാണ് കോടതിയിൽ ഇപ്പോൾ മലക്കം മറിഞ്ഞത്? നമ്പർ 6, ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ നടക്കുന്ന SIT അന്വേഷണത്തിൽ കോടതി തൃപ്തി രേഖപ്പെടുത്തിയിട്ടും കോൺഗ്രസിന് തൃപ്തി വരാതെ BJPയുടെ വേട്ടപ്പട്ടികളെന്ന് കോൺഗ്രസ് തന്നെ മുൻപ് ആരോപിച്ച CBIയെ ക്ഷണിക്കുന്നത് കേരളത്തിൽ BJPക്ക് കളമൊരുക്കാനാണോ? നമ്പർ 7, SPG വലയം ഭേദിച്ച ഒരു ഈച്ചയ്ക്ക് പോലും കടക്കാൻ കഴിയാത്ത സോണിയാഗാന്ധിയുടെ വസതിയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി അനായാസം പല തവണ കയറിയത് ആരുടെ സഹായത്താൽ? ആരാണ് സോണിയാഗാന്ധിയുമായി അടുപ്പം സ്ഥാപിക്കാൻ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ സഹായിച്ച കോൺഗ്രസ് നേതാവ്? ഈ ചോദ്യങ്ങൾക്ക് ഉളുപ്പൽപ്പമെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ കോൺഗ്രസ് നേതാക്കൾ ഇനിയെങ്കിലും മറുപടി പറയണം. അല്ലാത്ത പക്ഷം പോറ്റിയെ ശബരിമല കയറ്റിയതും സ്വർണം കട്ടതും അത് വിറ്റതും കോൺഗ്രസുകാർ തന്നെയാണെന്ന് ജനം വിധിയെഴുതുന്ന കാലം വരും.